ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1-2 രാജാക്കന്മാർ. സോളമൻ തൊട്ട് ആഹാബ് വരെയുള്ളതാണ് 1-ാം പുസ്തകം. 2-ാം പുസ്തകം ആഹാബ് രാജാവ് തൊട്ട് സെദക്കിയ വരെയുള്ളതാണ്. 12-ാം അധ്യായത്തിൽ സോളമൻ്റെ മകനായ റഹോബോവാമിൻ്റെ കാലത്താണ് ഇസ്രായേൽ വിഭജിക്കപ്പെടുന്നത്. റഹോബോവാം ജനങ്ങളോട് കഠിനമായി പെരുമാറുകയും അങ്ങനെ ജെറോബോവാമിൻ്റെ കീഴിൽ 10 ഗോത്രങ്ങൾ അണിചേർന്ന് അവർ ഇസ്രായേൽ എന്നൊരു രാജ്യം, അതിൻ്റെ തലസ്ഥാനം സമരിയ, 2 ഗോത്രങ്ങൾ ചേർന്ന് യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന് യൂദ എന്ന രാജ്യവും അതിൻ്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമും. ഈ ജെറോബോവാം ജനങ്ങളെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയത്? അതായത് ഇവർ ജനങ്ങൾ ആരാധിക്കാനായിട്ട് ജെറുസലേം ദേവാലയത്തിൽ പോവുകയും അങ്ങനെ റഹോബോവാമിൻ്റെ നേരെ അവർ തിരിയുകയും ചെയ്തേക്കാം, അങ്ങനെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതി ജെറോബോവാം സ്വർണ്ണ ആട്ടിൻകുട്ടിയെ പ്രതിമ നിർമ്മിച്ച് അങ്ങനെ ബഥേലിലും ദാനിലും ആ പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കുകയും അതിന് ആരാധനകളും ബലികളും അർപ്പിക്കുകയും ലേവി ഗോത്രത്തിൽ പെടാത്ത പുരോഹിതരെ അവിടെ നിയമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ആഹാബിൻ്റെ കാലത്താണ് ജനം ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ സമരിയായുടെ പതനം നമുക്ക് കാണാൻ സാധിക്കും. BC 721 ഇസ്രായേൽ നശിപ്പിക്കപ്പെടുന്നത്. സമരിയായിൽ വിജാതീയ ജാതികളെ കൊണ്ടുവന്ന് അസീറിയക്കാരവിടെ കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുകയും അങ്ങനെ യഹൂദരും വിജാതീയരുമായിട്ട് ഇടകലരുകയും അവർ വിവാഹം കഴിക്കുകയും അങ്ങനെയാണ് സമരിയക്കാരുണ്ടാകുന്നത്. ഇസ്രായേൽ ജനത്തിന് സമരിയക്കാർ നിഷിദ്ധമായിരിക്കുന്നത് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അവസാനം 25-ാം അധ്യായത്തിൽ ജെറുസലേമിൻ്റെ പതനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ജെറുസലേം യൂദ രാജ്യം അങ്ങനെ ബാബിലോൺ പ്രവാസത്തിലോട്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. BC 587 യൂദ രാജ്യത്തെ ബാബിലോൺ രാജാവായ നബുക്കദ്നെസ്സർ തോൽപ്പിച്ചു. ആ സമയത്തുള്ള യൂദ രാജാവാണ് സെദക്കിയ. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. 70 വർഷം ബാബിലോൺ പ്രവാസത്തിലേക്ക് യൂദ രാജ്യം പോയി. അങ്ങനെ യൂദ രാജ്യവും അവിടെ അവസാനിക്കുകയാണ്. അസീറിയൻ സാമ്രാജ്യത്തിലോട്ട് ഇസ്രായേൽ പോയത് BC 721 ഷൽമനേസർ അസീറിയ രാജാവായ ഷൽമനേസർ ഇസ്രായേൽ രാജ്യത്തെ തോൽപ്പിക്കുന്നത്.